ഗൈസ്, ഇന്ത്യയുടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം വരുന്നത് ജൂണിൽ ഹോങ്കോങ്ങിനെതിരെ AFC ഏഷ്യൻ കപ്പിന്റെ ക്വാളിഫയർ മത്സരമാണെന്ന് അറിയാലോ. അതിന് മുമ്പ് തായ്ലൻഡിനെതിരെ ഒരു ഫ്രണ്ട്ലി വരുന്നുണ്ട്. പക്ഷേ ഹോങ്കോങ് മത്സരമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹോങ്കോങ്ങിനെയാണ് നേരിടുന്നതെങ്കിലും പറയേണ്ട ഒരു കാര്യം അതൊരു മിനി ബ്രസീൽ ടീമാണ് എന്നുള്ളതാണ്. ഇന്നാണ് അവരുടെ ഹോങ്കോങ് ടീമിൻ്റെ ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ഈ പറഞ്ഞ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ മെജോറിറ്റി ഓഫ് നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സും ബ്രസീലിൽ നിന്നുള്ളവരാണ്. അവർ കുറച്ച് നാളുകളായിട്ട് കളിക്കുന്നതും ഈ അടുത്തായിട്ട് ജോയിൻ ചെയ്തതായിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഒരു ബ്രസീലിയൻ ടെസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു ജൂണിൽ ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യ കളിക്കുമ്പോൾ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സമീപകാലത്ത് ഏഷ്യയിൽ പല ടീമുകളും അവരുടെ ഒറിജിൻ പ്ലേയേഴ്സിനെ, ഇപ്പം ബംഗ്ലാദേശ് ഹംസ ചൗധരിയെ ഒറിജിൻ പ്ലെയറായിട്ടെന്ന നിലയിൽ കൊണ്ടുവന്നു, ശ്രീലങ്ക അങ്ങനെ കൊണ്ടുവരുന്നു, പല ടീമുകളും ഇന്തോനേഷ്യയൊക്കെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞെങ്കിൽ ഹോങ്കോങ് ചെയ്യുന്ന പരിപാടി ഒറിജിൻ പ്ലേയേഴ്സ് ഒന്നുമല്ല, നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ്. അതായത് അവരുടെ ലീഗിലൊക്കെ കളിക്കാൻ വരുന്ന വിദേശ താരങ്ങളെ പൗരത്വം കൊടുത്ത് അവരുടെ ടീമിൽ കളിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണുള്ളത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു പകുതിക്ക് മുകളിൽ പ്ലേയേഴ്സ് പുറത്തുനിന്നുള്ള പ്ലേയേഴ്സൊക്കെ ആയിട്ട് മാറുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഹെലിയോ ഗോൺസാലസ് എന്ന് പറഞ്ഞിട്ടുള്ള താരം. അദ്ദേഹം 39 വയസ്സായി കഴിഞ്ഞു. കുറച്ച് നാളുകളായിട്ട് ഈ പറഞ്ഞ ഹോങ്കോങ് ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിൽ കളിക്കാൻ എത്തുന്നതാണ് ഹോങ്കോങ് ലീഗിൽ. അതിനുശേഷം ഇപ്പം 2013 കിച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലാണ് കളിക്കുന്നത്. അദ്ദേഹം 2016 തൊട്ട് അതായത് 9 വർഷമായിട്ട് ഹോങ്കോങ് നാഷണൽ ടീമിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 40ഓളം മത്സരങ്ങൾ ഹോങ്കോങ്ങിന് വേണ്ടി ഇതിനോടകം തന്നെ ഈ ഒരു പ്ലെയർ കളിച്ചു കഴിഞ്ഞു. അടുത്തത് ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്ലെയറാണ്. 38 വയസ്സുകാരനായിട്ടുള്ള ഫെർണാണ്ടോ അഗസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസീലിൽ നിന്നുള്ള താരം തന്നെയാണ്. ബ്രസീലിൽ ജനിച്ചിട്ടുള്ള താരമാണ്, ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. ഇദ്ദേഹവും പറഞ്ഞ പോലെ ഈ ഒരു ഹോങ്കോങ് ലീഗിൽ എത്തിയതിനു ശേഷം പിന്നീട് 2022 മാത്രം പൗരത്വം കൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അതിനുശേഷം ഏതാണ്ട് 17ഓളം മത്സരങ്ങളാണ് ഹോങ്കോങ്ങിന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ കളിച്ചിട്ടുള്ളത്. ദെൻ ഡുഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം ഒരു സെൻട്രൽ ബാക്ക് ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്ലെയറാണ്. 35 വയസ്സുകാരനായിട്ടുള്ള ഒരു താരം. 2016 ഹോങ്കോങ് ലീഗിൽ എത്തിയെങ്കിൽ 2024 മുതലാണ് ഹോങ്കോങ്ങിൻ്റെ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങുന്നത്. ആകെപ്പാടെ 2 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. പിന്നെ എവർട്ടൺ കമഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിങ്ങർ, വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഈ ഒരു ലിസ്റ്റിൽ കുറച്ചും കൂടി ഒരു യങ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് 33 വയസ്സുകാരനായിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ കരിയറൊക്കെ തന്നെ തുടങ്ങുന്നത് ഹോങ്കോങ്ങിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2023 മുതലാണ് ഹോങ്കോങ് നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തുടങ്ങുന്നത്. ഇതിനോടകം 17 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളാണ് ഈ ഒരു താരം അടിച്ചിട്ടുള്ളത്. അടുത്തത് 2 മുന്നേറ്റ താരങ്ങളാണ്. ജുനീനോ എന്ന് പറഞ്ഞിട്ടുള്ള 34 വയസ്സുകാരനായിട്ടുള്ള താരം 2016 ഹോങ്കോങ് ലീഗിൽ എത്തിയെങ്കിൽ 2024 അദ്ദേഹത്തിന് പൗരത്വം ലഭിക്കുന്നത്. 15 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു, 2 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റീഫൻ പെരേര എന്ന് പറഞ്ഞിട്ടുള്ള 37 വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹവും ഒരു ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. 2013 മുതൽ ഹോങ്കോങ് ലീഗിൽ കളിക്കുന്ന താരമാണ്. 2024 ഈ ഒരു ഹോങ്കോങ് നാഷണൽ ടീമിന് വേണ്ടി അരങ്ങേറുന്നത്. 14 മത്സരങ്ങളോളം കളിച്ചു, പക്ഷേ ഇതേവരെ ഗോളുകളൊന്നും തന്നെ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ബ്രസീലിയൻ പ്ലേയേഴ്സിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം സ്പെയിനിൽ നിന്നും ഉക്രൈനിൽ നിന്നുമുള്ള പ്ലേയേഴ്സിനെ ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സ്കോഡിൽ അവരാദ്യമായിട്ടാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ ക്യാമറൂണിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ഫ്രാൻസിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടീമുമായിട്ടാണ് ഹോങ്കോങ് ഇറങ്ങുന്നത്. മാത്രമല്ല ഹോങ്കോങ് ഇന്ത്യക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് നേപ്പാളിനൊക്കെതിരെ ഒരു ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പ്രീ സീസണിൻ്റെ ഭാഗമായിട്ട് ഹോങ്കോങ്ങിൽ പോകുമ്പോൾ ഹോങ്കോങ്ങിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരമൊക്കെ കളിച്ചിട്ടാണ് ഇന്ത്യക്കെതിരെ കളിക്കാനായിട്ട് വരുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒരു ടഫായിട്ടുള്ള ഒരു ഒപ്പോണൻസ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ തന്നെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പ്ലേയേഴ്സൊക്കെ തന്നെ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. പറഞ്ഞ 38, 37, 39 വയസ്സൊക്കെ ഉള്ള പ്ലേയേഴ്സാണ്. എന്നാൽ ഈ പറഞ്ഞ 33 വയസ്സുള്ള താരമാണെങ്കിൽ ഏറ്റവും മികച്ച ഫോമിലുമാണ് കളിക്കുന്നത്. മിക്ക മത്സരങ്ങളും ഗോൾ അടിക്കുന്നുണ്ട്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇങ്ങനത്തെ ഇവരുടെ ഒരു സ്കോഡ് കണ്ട സമയത്ത് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സൈനിങ് ഓഫ്.